ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇനിയിപ്പോൾ നമുക്കൊരു വീഡിയോ കൂടെ ആകുമ്പോൾ നമ്മുടെ ക്ലാസ് അങ്ങ് അവസാനിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇന്ന് നമുക്ക് പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വിവേചനം. പഠിക്കുക എന്നല്ല, നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ എന്താണ് വിവേചനം? അപ്പോൾ വിവേചനം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്? വിവേചനം ഇന്നും ലോകത്ത് ഒരു അടിസ്ഥാന പ്രശ്നമായിട്ട് എന്ത് ചെയ്യുന്നു, തുടരുന്നു. അപ്പോൾ വിവേചനം എന്ന് പറയുന്ന നമുക്കറിയാം, എന്താ പല തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അറിയാമല്ലോ. അപ്പോൾ വിവേചനം ഇന്നും എന്ത് ചെയ്യുന്നു, ലോകത്ത് ഒരു അടിസ്ഥാന പ്രശ്നമായിട്ട് എന്ത് ചെയ്യുന്നു, തുടരുന്നു. അടുത്ത പോയിന്റ്, മുൻധാരണ ഒരു കാഴ്ചപ്പാടിനെയും അഭിപ്രായത്തെയുമാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ വിവേചനം എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റൊരു സംഘത്തോടോ അതേപോലെ തന്നെ വ്യക്തിയോടോ ഉള്ള യഥാർത്ഥ പെരുമാറ്റത്തെയാണ് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. നമ്മൾ മുൻധാരണയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ നോർമലി നമ്മുടെ വീഡിയോ കാണുമ്പോൾ പറയുന്നത് മാക്സിമം നിങ്ങൾ സീരീസ് ആയിട്ട് ആ ഒരു പാർട്ടായിട്ട് കണ്ടുവരിക, അല്ലാതെ ഇടയ്ക്ക് കയറി കാണരുത്. സൈക്കോളജിയാണ്, എല്ലാം കൂടി ഏകദേശം മിക്സാണ്, മനസ്സിലായല്ലോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് എന്താണ്, മുൻധാരണ ഒരു കാഴ്ചപ്പാടിനെയും അഭിപ്രായത്തെയുമാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ വിവേചനം എന്ന് പറയുമ്പോൾ എന്താണ്, ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ മറ്റൊരു സംഘത്തോടോ, ഇപ്പോൾ ഞാനൊരു സംഘത്തിലാണ്, തൊട്ടടുത്ത് വേറൊരു സംഘമുണ്ട്, ആ സംഘത്തോടോ അല്ലെങ്കിൽ അവിടെയുള്ള വ്യക്തിയോടോ ഉള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു പെരുമാറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനം എന്ന് പറയും. നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണെന്നൊക്കെ നമ്മൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ ഡിസ്ക്രിമിനേഷൻ നമ്മുടെ ഇംഗ്ലീഷൊക്കെ ഇഷ്ടം പോലെ കേട്ടുള്ള വാക്കാണ്. അടുത്ത പോയിന്റ്, സമൂഹങ്ങൾ വംശീയത, വംശം, ലിംഗം അല്ലെങ്കിൽ ലിംഗഭേദം എന്നിവയെ അല്ലെങ്കിൽ അടിസ്ഥാനമാക്കിയുള്ള വേർതിരിവ് എന്ത് ചെയ്യുന്നു, അവർ തുടരുന്നു. അപ്പോൾ സമൂഹങ്ങൾ എന്ത് ചെയ്യുന്നു, വംശീയമായിട്ട് അല്ലെങ്കിൽ വംശ വേർതിരിവ്, ലിംഗ വേർതിരിവ് അല്ലെങ്കിൽ എന്താണ് ലിംഗഭേദം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള എന്ത് ചെയ്യുന്നു, വേർതിരിവ് ഇന്നും എന്ത് ചെയ്യുന്നു, ഇന്നും തുടർന്ന് വരുന്നു. അടുത്ത പോയിന്റ്, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന ഔപചാരികമായ തടസ്സങ്ങൾ കണ്ടെത്തുന്നത് എളുപ്പമാണെങ്കിലും അനൗപചാരികമായ തടസ്സങ്ങൾ പലപ്പോഴും കൂടുതൽ സൂക്ഷ്മമായതാണ്. അപ്പോൾ എന്താണ്, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള ഔപചാരികമായ നമ്മുടെ തടസ്സങ്ങൾ കണ്ടെത്തുന്ന എളുപ്പമാണെങ്കിലും എന്താണ്, അനൗപചാരികമായ തടസ്സങ്ങൾ എന്ത് ചെയ്യുന്നു, അതിപ്പോഴും കൂടുതൽ സൂക്ഷ്മമായതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ നമുക്ക് പെട്ടെന്നൊന്നും കണ്ടെത്താൻ പറ്റില്ല. പറയുമ്പോൾ ആ ഒരു മീനിങ്ങിലങ്ങ് എടുത്താൽ മതി. അടുത്ത പോയിന്റ്, വിവേചനം ആളുകളുടെ അവസരങ്ങളെയും അവരുടെ ക്ഷേമത്തെയും അവരുടെ ബോധത്തെയും എന്ത് ചെയ്യുന്നു, ബോധത്തെയും ബാധിക്കുന്നു. അപ്പോൾ സാധിക്കുന്നു എന്നല്ല, ബാധിക്കുന്നുമാണ്. അപ്പോൾ വിവേചനം ആളുകളുടെ അവസരങ്ങളെയും അവരുടെ ക്ഷേമത്തെയും അതേപോലെ തന്നെ അവരുടെ ബോധത്തെയും എന്ത് ചെയ്യുന്നു, ബാധിക്കുന്നു. നമുക്കറിയാം വിവേചനം കൊണ്ട് പലതരം പ്രശ്നങ്ങളുണ്ടാവും. അതൊരു മനുഷ്യൻ്റെ അവസരങ്ങളെ അതേപോലെ തന്നെ അവൻ്റെ ക്ഷേമത്തെ അതേപോലെ എന്ത് ചെയ്യുന്നു, അവൻ്റെ ആ ഒരു ബോധത്തെ എന്ന് പറയുമ്പോൾ എന്താണ്, അവൻ്റെ സാധാരണ ജീവിതത്തെ എന്ത് ചെയ്യുന്നു, അത് ബാധിക്കുന്നു. അടുത്ത്, വിവേചനത്തോടുള്ള നിരന്തരമായ സമ്പർക്കം നാണക്കേട്, താഴ്ന്ന ആത്മാഭിമാനം, ഭയം, സമ്മർദ്ദം, മോശം ആരോഗ്യം എന്നിവയിൽ പ്രകടമാക്കുന്ന മുൻവിധിയോ കളങ്കമോ വ്യക്തികളെ ആന്തരികവൽക്കരിക്കാൻ ഇടയാകും. അപ്പോൾ എന്താണ്, ഈ വിവേചനത്തോടുള്ള നിരന്തരമായിട്ടുള്ള സമ്പർക്കം എന്ന് പറയുമ്പോൾ എന്താണ്, ചില സമയങ്ങളിൽ പലതരം വിവേചനങ്ങൾ നമുക്ക് നേരിടാം. അതൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് പറയാം. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ നാണക്കേടുണ്ടാവും, താഴ്ന്ന ആത്മാഭിമാനം ഒരു വ്യക്തിക്കുണ്ടാവും അല്ലെങ്കിൽ ഒരു സമൂഹത്തിനുണ്ടാവും. പിന്നെന്താ ഉണ്ടാവും, ഭയമുണ്ടാവും, അവന് സമ്മർദ്ദമുണ്ടാവും, അവന് മോശമായിട്ടുള്ള ആരോഗ്യം, ഇതൊക്കെ അവനുണ്ടാവും. എന്നിവയിൽ പ്രകടമാകുന്ന മുൻവിധിയോ കളങ്കമോ വ്യക്തികളെ എന്ത് ചെയ്യുന്നു, ആന്തരികവൽക്കരിക്കാൻ എന്ത് ചെയ്യുന്നു, അത് ഇടയാക്കി മാറ്റുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത്, ഏഷ്യയിലും പസഫിക്കിലും HIV ബാധിതരായ ആളുകൾ നേരിടുന്ന വിവേചനം. ഇപ്പോഴും എന്താണ് HIV എന്ന് അറിഞ്ഞിടാത്തവർ എന്ത് ചെയ്യുന്നു, അത് വേറെ എന്തോ ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അവരെ വിവേചനം കാണിച്ച് നിർത്തുന്നു. പല രാജ്യങ്ങളിലും എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, പല ആൾക്കാരെ ഇങ്ങനെ മാറ്റി നിർത്താൻ, അതിനെയാണ് നമ്മൾ വിവേചനം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. പല രീതിയിൽ ഒരാൾ നിനക്ക് ആ ഒരു രോഗം കൊണ്ട് എന്ത് ചെയ്യണം, നീ അങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറയില്ലേ, അതാണ് സംഭവം.
അടുത്ത പോയിന്റ്, ആളുകൾ അവരുടെ മുൻവിധികളിലോ സ്റ്റീരിയോ ടൈപ്പുകളിലോ പ്രവർത്തിക്കുമ്പോൾ വിവേചനം അനുഭവപ്പെടുന്നു. അപ്പോൾ എന്താണ് മുൻവിധി, എന്താണ് സ്റ്റീരിയോ ടൈപ്പ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു, ആളുകൾ അവരുടെ മുൻവിധികളിലോ സ്റ്റീരിയോ ടൈപ്പുകളിലോ പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അവർ വിവേചനം സംഭവിക്കുന്നു. അടുത്ത പോയിന്റ്, പല കാരണങ്ങളാൽ വിവേചനം സംഭവിക്കാം. നമ്മൾ പറഞ്ഞല്ലോ, പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു, വിവേചനം സംഭവിക്കും. ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്ന, ഒരു പ്രത്യേകം മതം പിന്തുടരുന്ന, പ്രത്യേക പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ താഴ്ന്നതായി കണ്ട് വിവേചനം കാണിക്കുക. അപ്പോൾ ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതം പിന്തുടരുന്ന പ്രത്യേക പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ താഴ്ന്നതായി കണ്ട് എന്ത് ചെയ്യാം, അത് വിവേചനമായിട്ട് കണക്കാക്കാം. ഒരു സ്ഥലത്ത് താമസിക്കുന്നവൻ മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്നവർ അങ്ങനെ താഴ്ന്ന അതാണെന്ന് മനസ്സിലായില്ല, അങ്ങനെയുള്ള വിവേചനമാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, ജാതി, മതം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു സംഘത്തിലെ അംഗങ്ങളുടെ അവസരങ്ങൾ നിഷേധിക്കുന്നതിനെയും ഒരു വ്യക്തിയുടെ ജോലി നിഷേധിക്കുന്നതിനെയുമെല്ലാം വിവേചനമായിട്ട് എന്ത് ചെയ്യാം, കണക്കാക്കാം. അപ്പോൾ ജാതി, മതം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു സംഘത്തിലെ അംഗങ്ങളുടെ അവസരങ്ങൾ നിഷേധിക്കുന്നതിനെയും ഒരു വ്യക്തിയുടെ ജോലി നിഷേധിക്കുന്നതിനെയും എല്ലാം എന്ത് ചെയ്യാം, അതിനെയൊക്കെ നമ്മൾ വിവേചനമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കണക്കാക്കാം. അപ്പോൾ അടുത്ത പോയിൻ്റാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവായ ഭീംറാവു അംബേദ്കർ, നമ്മുടെ BR അംബേദ്കർ ജാതി വിവേചനം നേരിട്ടവരിൽ ഒരാളാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പല കൃതികളിലും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ തന്നെ എന്താണ്, ഐത്തജാതിയായി കണക്കാക്കപ്പെട്ടിരുന്ന മഹർ ജാതിയിൽ ജനിച്ചത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന വിവേചനത്തെക്കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പല പ്രസംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അംബേദ്കറിനെ കുറിച്ചറിയാം. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഡോക്ടർ പൽപു, അദ്ദേഹം നമ്മുടെ മെഡിക്കൽ ബിരുദധാരിയാണ്. അതേപോലെ തന്നെ അദ്ദേഹം പുറത്തു പോയാണ് എന്ത് ചെയ്തത്, അത് പഠിച്ചത്. കാരണം എന്താണ്, അന്നത്തെ ആ ഒരു ജാതി വിവേചനങ്ങളൊക്കെ കൊണ്ടാണ്. അടുത്ത നമ്മുടെ ഒരു ചെറിയൊരു സൈഡ് ടോപ്പിക്കാണ് വിവേചനത്തിൻ്റെ തരങ്ങൾ. എന്തൊക്കെ തരത്തിലുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള വിവേചനങ്ങളുണ്ട്, ചെറുതായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചങ്ങ് പോവാം. പ്രായ വിവേചനം, ഏജ് ഡിസ്ക്രിമിനേഷൻ. നമുക്കറിയാം, പല പ്രായക്കാരുടെ ഇടയ്ക്ക് പ്രായ വിവേചനം വരാം. വൈകല്യ വിവേചനം, ഡിസേബിലിറ്റി ഡിസ്ക്രിമിനേഷൻ. ഡിസേബിലിറ്റി ഉള്ള ഒരാൾക്ക് അയാളെ ചില സമയങ്ങളിൽ ചില ആൾക്കാർ, പലതരത്തിലുള്ള മൈൻഡുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, വൈകല്യമുള്ളവരെ വിവേചനം കാണിക്കും. ലൈംഗിക ഓറിയൻറ്റേഷൻ, സെക്ഷൽ ഓറിയൻറ്റേഷൻ. അപ്പോൾ അതൊരു വിവേചനമാണ്. ഒരു രക്ഷിതാവ് എന്ന നില, സ്റ്റാറ്റസ് ആസ് എ പാരൻറ്റ്, എന്ത് ചെയ്യാം, അങ്ങനെ വിവേചനം നേരിടാം. മതപരമായ വിവേചനം, റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ, നമുക്കറിയാമല്ലോ, അങ്ങനെ വിവേചനം നേരിടാം. അതേപോലെ എന്താണ്, ദേശീയ ഉത്ഭവം, നാഷണൽ ഒറിജിൻ, ഇതൊക്കെ കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് വിവേചനം നേരിടാം. ഒന്നുകൂടി പറയാം, നമ്മൾ പറഞ്ഞത് വിവേചനത്തിൻ്റെ തരങ്ങളാണ്. പ്രായ വിവേചനം, ഏജ് ഡിസ്ക്രിമിനേഷൻ, വൈകല്യ വിവേചനം, ഡിസേബിലിറ്റി ഡിസ്ക്രിമിനേഷൻ, പിന്നെന്താണ്, ലൈംഗിക ഓറിയൻറ്റേഷൻ, സെക്ഷൽ ഓറിയൻറ്റേഷൻ, പിന്നെന്താണ്, ഒരു രക്ഷിതാവ് എന്ന നില, സ്റ്റാറ്റസ് ആസ് എ പാരൻറ്റ്, പിന്നെന്താണ്, മതപരമായ വിവേചനം, റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ, പിന്നെന്താണ്, ദേശീയ ഉത്ഭവം, നാഷണൽ ഒറിജിൻ. അടുത്ത നമ്മുടെ എന്ത് വിവേചനമാണ്, ഗർഭധാരണം, പ്രഗ്നൻസി. എന്താണ്, പ്രഗ്നൻസി ലെവലിലുള്ള വിവേചനം. പിന്നെന്താണ്, ലൈംഗിക അതിക്രമം, സെക്ഷൽ ഹറാസ്മെൻറ്റ്, അങ്ങനെയുള്ള വിവേചനം. പിന്നെന്താണ്, വംശം, നിറം, ലൈംഗികത, റേസ്, കളർ, സെക്സ്, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അങ്ങനെയുള്ള ഒരു വിവേചനം. പ്രതികാരം, എന്താണ്, റിട്ടാലിയേഷൻ, അങ്ങനെയുള്ള വിവേചനം, ഇതൊക്കെ നമുക്ക് അറിയാമെന്നുള്ള. എന്തൊക്കെയാണ്, ഗർഭധാരണം, പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ അത് പല രീതിയിലൊക്കെ പോവാം. അങ്ങനെയുള്ള വിവേചനം. ലൈംഗികാതിക്രമത്തിലുള്ള സെക്ഷൽ ഹറാസ്മെൻറ്റിലെ വിവേചനം. വംശം, നിറം, ലൈംഗികത, റേസ്, കളറ്, സെക്സ്, ഇതിലുള്ള വിവേചനം. പിന്നെന്താണ്, പ്രതികാരം, റിട്ടാലിയേഷൻ, ഇതിലുള്ള വിവേചനം. അപ്പോൾ അത്രയും നമ്മൾ കഴിഞ്ഞു. നമ്മൾ വിവേചനത്തെക്കുറിച്ച്, ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടോ അതിലധികമോ വ്യക്തികളുടെ സംഘടിത സംവിധാനമാണ് നമ്മൾ ഗ്രൂപ്പുകളെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, രണ്ടോ അതിലധികമോ വ്യക്തികളുടെ സംഘടിത സംവിധാനങ്ങളാണെന്ത്, ഗ്രൂപ്പുകളെന്ന് നമ്മൾ പറയുന്നത്. നമുക്കറിയാമല്ലോ, ഇത്രയുള്ള വലിയ ഗ്രൂപ്പുകൾ എന്താണെന്നൊക്കെ നമുക്കറിയാം. പരസ്പര ആശ്രിതത്വം,
റോളുകൾ, പദവി, പ്രതീക്ഷകൾ എന്നിവയാണ് ഗ്രൂപ്പുകളുടെ പ്രധാന സവിശേഷതകൾ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഗ്രൂപ്പുകളുടെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത്? പരസ്പരമായിട്ടുള്ള ആശ്രിതത്വം ഉണ്ടാകും, പ്രത്യേക റോളുകൾ ഉണ്ടാകും, പദവി, പ്രതീക്ഷകൾ എന്നിവയൊക്കെയാണ് എന്ത് നമ്മുടെ ഗ്രൂപ്പുകളുടെ പ്രധാന സവിശേഷതകളെന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് എന്താണ്? സുരക്ഷ, പദവി, ആത്മാഭിമാനം, സംതൃപ്തി എന്നിവ നൽകുന്നതിനാൽ ചേരുന്ന ആളുകൾ നൽകുന്നതിലാണെന്ത് നമ്മുടെ ഗ്രൂപ്പുകളിൽ ആളുകൾ ചേരുന്നത്. അപ്പോൾ സുരക്ഷ, പദവി, ആത്മാഭിമാനം, സംതൃപ്തി എന്നിവ നൽകുന്നതിനാലാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? ഗ്രൂപ്പുകളിൽ ചേരുന്നത്. ഇത് ചെറിയ തെറ്റുണ്ടെന്നാണ് ഞാൻ വായിച്ചു പോയപ്പോൾ അങ്ങ് തെറ്റിപ്പോയത്. അപ്പോൾ സുരക്ഷ, അതേപോലെ തന്നെ പദവി, ആത്മാഭിമാനം, സംതൃപ്തി എന്നിവ നൽകുന്നതിനാലാണെന്ത് നമ്മുടെ ആളുകൾ ഗ്രൂപ്പുകളിൽ ചേരുന്നത്. നമ്മളൊരു സ്പെസിഫിക് ഗ്രൂപ്പിൽ, നമ്മളൊരു സ്പോർട്സ് ഗ്രൂപ്പ്, അതേപോലെ തന്നെ നമ്മുടെ ആർട്സ് ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ചേരുന്നത് എന്തിനാണ്? നമുക്ക് ആ ഒരു സംതൃപ്തി അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ കിട്ടുന്ന അതിനാണല്ലോ നമ്മളവിടെ ചേരുന്നത്. അത്രയേ ഉള്ളൂ. അടുത്ത പോയിന്റ്, സാമ്യം, പൊതുവായ ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നിവ ഗ്രൂപ്പ് രൂപീകരണത്തെ സുഗമമാക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? സാമീപ്യം, അതേപോലെ തന്നെ സാമ്യം, പൊതുവായ ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നിവ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പ് രൂപീകരണത്തെ എന്ത് ചെയ്യുന്നു? സുഗമം ആക്കുന്നു. മനസ്സിലായല്ലോ? അടുത്ത പോയിന്റ്, പൊതുവെ ഗ്രൂപ്പ് വർക്ക് പ്രയോജനകരമായ ഫലങ്ങളിലേക്ക് നയിക്കും. നമുക്കറിയാം ഗ്രൂപ്പ് വർക്ക് എങ്ങനെയാണ്, അത് ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പ് വർക്കിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അതാണ് നമ്മുടെ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് വർക്ക് പ്രയോജനകരമായ ഫലങ്ങളിലേക്ക് നയിക്കുന്നു. എന്നിരുന്നാലും ചിലപ്പോൾ വിയോജിപ്പിലേക്ക് നമ്മളെ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യുന്നു? നമ്മളെ നയിക്കുന്നു. അടുത്ത നമ്മുടെ ഒരു സൈഡ് ഹെഡിങ് ആണ് വിവിധ തരം ഗ്രൂപ്പുകൾ. നമ്മൾ ഗ്രൂപ്പുകളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത നമ്മുടെ ചെറിയ ടോപ്പിക്കാണെന്ത്? വിവിധ തരം ഗ്രൂപ്പുകളുണ്ട്. അതിലൊന്നാമത്തെ എന്താണ്ടാ? പ്രാഥമിക ഗ്രൂപ്പുകൾ, ദ്വിതീയ ഗ്രൂപ്പുകൾ, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്സ്. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് ഏതാണ്? പ്രാഥമിക ദ്വിതീയ ഗ്രൂപ്പുകൾ, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്സ്. രണ്ടാമത്തേതാണ് ഔപചാരികവും അനൗപചാരികവുമായ ഗ്രൂപ്പുകൾ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ്. ഏതൊക്കെയാണ്? രണ്ടാമത്തേത് ഔപചാരികവും അനൗപചാരികവുമായ ഗ്രൂപ്പുകൾ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ്. മൂന്നാമത്തേതാണ് ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും നമുക്ക് അടുത്ത പോകുന്ന വഴിക്ക് നമുക്ക് പറയാം. അപ്പോൾ വിവിധ തരം ഗ്രൂപ്പുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്രാഥമിക ദ്വിതീയ ഗ്രൂപ്പുകൾ, പ്രൈമറി സെക്കൻഡറി ഗ്രൂപ്പ്സ്, ഔപചാരികവും അനൗപചാരികവുമായ ഗ്രൂപ്പുകൾ, ഫോർമൽ ഇൻഫോർമൽ ഗ്രൂപ്പ്സ്, പിന്നെന്താണ്? ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും. ഓക്കെ ആണല്ലോ? അടുത്ത് അതിലൊന്നാമത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രാഥമിക ദ്വിതീയ ഗ്രൂപ്പുകൾ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. പ്രാഥമിക ഗ്രൂപ്പുകളും ദ്വിതീയ ഗ്രൂപ്പുകളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം, പ്രാഥമിക ഗ്രൂപ്പുകൾ സാധാരണയായി വ്യക്തിക്ക് നൽകപ്പെടുന്ന മുൻ രൂപീകരണങ്ങളാണ്. അതേസമയം ദ്വിതീയ ഗ്രൂപ്പുകൾ വ്യക്തി തിരഞ്ഞെടുത്ത് ചേരുന്നവയാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ഉദാഹരണം പറയാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. പ്രാഥമിക ഗ്രൂപ്പുകളും ദ്വിതീയ ഗ്രൂപ്പുകളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്താണ്? പ്രാഥമിക ഗ്രൂപ്പുകൾ സാധാരണയായിട്ട് വ്യക്തിക്ക് നൽകപ്പെടുന്ന മുൻ രൂപീകരണങ്ങളാണ്. അതേസമയം എന്താണ്? നമ്മുടെ ദ്വിതീയ ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ വ്യക്തി നമ്മുടെ തിരഞ്ഞെടുത്ത് ചേരുന്ന ഗ്രൂപ്പുകളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ പ്രാഥമിക ഗ്രൂപ്പുകളും ദ്വിതീയ ഗ്രൂപ്പുകളും തമ്മിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് ആദ്യമേ മനസ്സിലായി. അടുത്ത പോയിന്റ്, അതിനാൽ കുടുംബം, ജാതി, മതം എന്നിവ പ്രാഥമിക ഗ്രൂപ്പുകൾക്ക് ഉദാഹരണമാണ്. മനസ്സിലായല്ലോ? നമ്മുടെ പ്രാഥമിക ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഉദാഹരണം പറയാൻ എന്തൊക്കെയാണ്? നമ്മുടെ കുടുംബം, അതേപോലെ തന്നെ നമ്മുടെ ജാതി, അതേപോലെ തന്നെ മതം, ഇതൊക്കെ ഒരു ഗ്രൂപ്പ്. നമ്മുടെ പ്രാഥമിക ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ജനിച്ചു വീഴുന്ന ആ ഒരു സമയത്തുള്ള ആ ഒരു ഗ്രൂപ്പുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഉദാഹരണമായിട്ട് നമുക്ക് പ്രാഥമിക ഗ്രൂപ്പുകളായിട്ട് നമുക്ക് പറയാം. അടുത്ത പോയിന്റ്, അതേസമയം അംഗത്വം, രാഷ്ട്രീയ പാർട്ടി എന്നിവ ദ്വിതീയ ഗ്രൂപ്പിൻ്റെ ഉദാഹരണമാണ്. നമ്മൾ ജനിച്ച് കഴിഞ്ഞൊരു നമ്മൾ ആ ഒരു ലെവലിലെത്തുമ്പോൾ നമ്മളൊരു വേറെ ഗ്രൂപ്പുകളിലേക്കാണ് പോകുന്നത്. നമ്മുടെ സുഹൃത്ത് ബന്ധമായാലും രാഷ്ട്രീയ പാർട്ടി ആയാലും അംഗത്വമായാലും ആ ഒരു ലെവലുണ്ടല്ലോ, ആ ഒരു ലെവലിലെത്തിയിട്ടല്ലേ നമ്മൾ അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതേസമയം അംഗത്വം, രാഷ്ട്രീയ പാർട്ടി എന്നിവ ദ്വിതീയ ഗ്രൂപ്പിൻ്റെ ഉദാഹരണങ്ങളാണ്. അടുത്ത പോയിന്റ്, ഒരു പ്രാഥമിക ഗ്രൂപ്പിൽ ഒരു മുഖാമുഖ ഇടപെടലുണ്ട്.
പ്രാഥമിക ഗ്രൂപ്പിൽ എന്തുണ്ട്? ഒരു മുഖാമുഖ ഇടപെടലുണ്ട്. അംഗങ്ങൾക്ക് ശാരീരിക സാമീപ്യമുണ്ട്. അവർ ഊഷ്മളമായ വൈകാരിക ബന്ധങ്ങൾ പങ്കിടുന്നു. നമ്മുടെ കുടുംബത്തെ ആലോചിച്ച് നോക്കിയാൽ മതി, അപ്പോൾ അത് മനസ്സിലാവും. അപ്പം എന്താണ്? ഒരു പ്രാഥമിക ഗ്രൂപ്പിൽ ഒരു മുഖാമുഖ ഇടപെടലുണ്ട്. അംഗങ്ങൾക്ക് ശാരീരിക സാമീപ്യമുണ്ട്. അവരെന്ത് ചെയ്യുന്നു? ഊഷ്മളമായ വൈകാരിക ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ പങ്കിടുന്നു. അടുത്ത പോയിന്റ്, പ്രാഥമിക ഗ്രൂപ്പുകൾ വ്യക്തിയുടെ പ്രവർത്തനത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. അപ്പോൾ പ്രാഥമിക ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ എന്താണ്ടാ? നമ്മളൊരു ഒരു വ്യക്തിയുടെ പ്രവർത്തനമാണെങ്കിൽ അവൻ്റെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് പ്രാഥമിക ഗ്രൂപ്പുകൾ. വികസനത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ വ്യക്തിയുടെ മൂല്യങ്ങളും ആദർശങ്ങളും വികസിപ്പിക്കുന്നതിൽ അത് പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മൾ പ്രാഥമിക ഗ്രൂപ്പുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ കുടുംബത്തിനെ പ്രാഥമിക ഗ്രൂപ്പിന് ഉദാഹരണമായിട്ട് കരുതണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണ്? വികസനത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ വികസനം എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? അവൻ്റെ കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ വികസനത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ, പ്രാരംഭഘട്ടം എന്ന് പറയുമ്പോൾ ആ ചെറിയ ആ ഒരു ഘട്ടത്തിൽ വ്യക്തിയുടെ മൂല്യങ്ങളും ആദർശങ്ങളും വികസിപ്പിക്കുന്നതിൽ, നമ്മൾ ജനിച്ച മുകളിലോട്ട് വരുന്ന ആ ഒരു സമയം ആദർശങ്ങളും വികസിപ്പിക്കുന്നതിൽ അതെന്ത് ചെയ്യുന്നു? പ്രധാന പങ്ക് വഹിക്കുന്നു. ഏത് പ്രധാന പങ്ക് വഹിക്കുന്നു? നമ്മുടെ പ്രാഥമിക ഗ്രൂപ്പ് പ്രധാന പങ്ക് വഹിക്കുന്നു. പിന്നെ അവൻ വളർന്ന് വലുതായിട്ട് എന്ത് ചെയ്യും? വളർന്ന് വലുതായിട്ട് അവൻ ഇഷ്ടമുള്ള ഗ്രൂപ്പുകളിൽ എന്ത് ചെയ്യും? അവൻ ചേരാൻ ശ്രമിക്കും. അത് നമുക്ക് അടുത്ത പോയിന്റുകൾ നമുക്ക് നോക്കാം. അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ വ്യക്തിത്വമില്ലാത്തതും പരോക്ഷമായതുമായ ഗ്രൂപ്പുകളാണ് ദ്വിതീയ ഗ്രൂപ്പുകളെന്ന് പറയും. നമുക്കറിയാമല്ലോ, നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ട്, അല്ലെങ്കിൽ ഉദാഹരണം പറയുന്നതാണ്, നമ്മളിപ്പോൾ ഒരു കോളേജിൽ പോവുകയാണെങ്കിൽ കോളേജിൽ ചെന്നിട്ട് നമ്മൾ പല ഗ്രൂപ്പുകളിൽ ചേരുന്നു. അത് എന്താണ്? നമുക്ക് കൂടുതൽ വ്യക്തിത്വമില്ലാത്തതും പരോക്ഷവുമായിട്ടുള്ള ഗ്രൂപ്പുകളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ വ്യക്തിത്വമില്ലാത്തതും പരോക്ഷമായതുമായ ഗ്രൂപ്പുകളാണെന്ത്? ദ്വിതീയ ഗ്രൂപ്പുകളെന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, പ്രാഥമിക ഗ്രൂപ്പിൽ അതിരുകൾ കുറവാണ്. പ്രാഥമിക ഗ്രൂപ്പിൽ എന്ത് കുറവാണ്? അതിരുകൾ കുറവാണ്. അതായത് ദ്വിതീയ ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് അംഗങ്ങൾക്ക് അതിൻ്റെ അംഗത്വം തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ എന്തില്ല? നമ്മുടെ പ്രാഥമിക ഗ്രൂപ്പിൽ ഇല്ല. അവിടെ നിന്ന് പോകാനും മറ്റൊരു ഗ്രൂപ്പിൽ ചേരാനും എന്താണ്? എളുപ്പമാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, പ്രാഥമിക ഗ്രൂപ്പിൽ അതിരുകൾ കുറവാണ്. നമ്മുടെ കുടുംബത്തെ ഓർക്കുക. അതായത് ദ്വിതീയ ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് അംഗങ്ങൾക്ക് അതിൻ്റെ അംഗത്വം തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ എവിടെയില്ല? നമ്മുടെ പ്രാഥമിക ഗ്രൂപ്പിൽ ഇല്ല. അവിടെ നിന്ന് പോകാനും മറ്റൊരു ഗ്രൂപ്പിൽ ചേരാനും എളുപ്പമാണ്. നമ്മുടെ പ്രാഥമിക ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബമാണ്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? പോയി വേറൊരു ഗ്രൂപ്പിൽ ചേരാൻ വലിയ പാടൊന്നുമില്ലല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. അത് വെച്ചങ്ങ് പിടിച്ചാൽ മതി. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഔപചാരിക ഗ്രൂപ്പുകൾ. അപ്പോൾ ഔപചാരിക ഗ്രൂപ്പുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഓഫീസ് ഓർഗനൈസേഷനിലോ സോഷ്യൽ വർക്ക് ക്ലബിലോ ഉള്ളതുപോലെ ഒരു ഔപചാരിക ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. ഞാനിത് പിന്നെയിട്ട് അലക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായല്ലോ. ഒരു ഓഫീസ് ഓർഗനൈസേഷനിലോ സോഷ്യൽ വർക്ക് ക്ലബിലോ ഉള്ളതുപോലെ ഒരു ഔപചാരിക ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നു? വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. അവയ്ക്ക് കർശനമായി പ്രസ്താവിച്ച പ്രവർത്തനങ്ങളുണ്ട്. ഏവയ്ക്ക്? നമ്മുടെ ഔപചാരിക ഗ്രൂപ്പുകൾക്ക്. ആ ഔപചാരിക പറഞ്ഞ ആ വാക്കിൽ തന്നെയുണ്ട്, അറിയാമല്ലോ. അപ്പോൾ അവയ്ക്ക് എന്താണ്? കർശനമായി പ്രസ്താവിച്ച പ്രവർത്തനങ്ങളുണ്ട്. അംഗങ്ങളുടെ റോളുകൾ നന്നായി നിർവചിക്കപ്പെട്ടതോ അടിച്ചേൽപ്പിക്കപ്പെട്ടതോ ആണ്. അപ്പോൾ നമ്മുടെ ഔപചാരിക ഗ്രൂപ്പുകൾ എന്താണ്? കർശനമായി പ്രസ്താവിച്ച പ്രവർത്തനങ്ങളുണ്ട്. അംഗങ്ങളുടെ റോളുകൾ എന്താണ്? നന്നായി നിർവചിക്കപ്പെട്ടതോ അടിച്ചേൽപ്പിക്കപ്പെട്ടതോ ആണ്. അറിയാമല്ലോ നമ്മുടെ ഔപചാരിക ഗ്രൂപ്പുകളെ കുറിച്ച്, മനസ്സിലായല്ലോ. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യും? അത് സെറ്റാവും. ഔപചാരിക ഗ്രൂപ്പുകൾക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഒരു ശൃംഖലയുണ്ട്. ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലായതൊക്കെയാണ്? നമ്മുടെ യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ മിലിറ്ററി, അതേപോലെ തന്നെ ബ്യൂറോക്രസി. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഔപചാരിക ഗ്രൂപ്പുകൾക്ക് ഉദാഹരണമെന്ന് പറയുന്നത്. അപ്പോൾ ഔപചാരിക ഗ്രൂപ്പുകൾക്ക് എന്താണ്? തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഒരു ശൃംഖലയുണ്ട്. ഉദാഹരണം പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി, മിലിറ്ററി, ബ്യൂറോക്രസി. അപ്പോൾ ഇതാണ് നമ്മുടെ ഔപചാരിക ഗ്രൂപ്പുകളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യം പറഞ്ഞ ഗ്രൂപ്പ് ഏതാണ്? നമ്മുടെ ആദ്യം പറഞ്ഞ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഓർമ്മയുണ്ടോ? പ്രാഥമിക, ദ്വിതീയ ഗ്രൂപ്പുകളാണ്. അതിന് നമ്മൾ ഏതാണ് നമ്മുടെ ഉദാഹരണം പറഞ്ഞത്? നമ്മുടെ കുടുംബമാണ്. രണ്ടാമത് പറഞ്ഞ എന്താണ്? ഔപചാരിക ഗ്രൂപ്പുകളാണ്. ഔപചാരിക ഗ്രൂപ്പുകൾക്ക് നമ്മൾ ഏത് ഉദാഹരണം പറഞ്ഞു? നമ്മുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മിലിറ്ററി നമ്മൾ ഉദാഹരണം പറഞ്ഞു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അനൗപചാരിക ഗ്രൂപ്പുകൾ. ഔപചാരിക ഗ്രൂപ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ അനൗപചാരിക ഗ്രൂപ്പുകൾ. നമുക്കത് നോക്കാം.
അനൗപചാരികമായ തീരുമാനമെടുക്കൽ പ്രക്രിയ സമാന്തര സംവിധാനങ്ങളായി നിലനിന്നേക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റിൽ തന്നെ പറയുന്നത് എന്താണ്? അനൗപചാരികമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ പ്രക്രിയ എന്താണ്? സമാന്തര സംവിധാനങ്ങളായി നിലനിന്നേക്കാം. അടുത്ത പോയിന്റ് നോക്കടാ. അനൗപചാരിക ക്രമീകരണങ്ങളിൽ തീരുമാനമെടുക്കുവാൻ അനൗപചാരിക ഗ്രൂപ്പുകളിലെ അംഗങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. ഉദാഹരണം പറയുമ്പോൾ ക്ലിയർ ആവും. എന്താണ്? നമ്മുടെ ടീ ടൈമിലുള്ള നമ്മളെ ചായ കുടിക്കുമ്പോൾ പോകുന്ന ആ ഒരു ഗ്രൂപ്പ്, പിന്നെന്താണ് നമ്മുടെ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം ആഹാരം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ രാത്രി ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ചേരുന്ന ആ ഒരു ഗ്രൂപ്പ്. മനസ്സിലായല്ലോ? ആ ഒരു നമ്മുടെ ടീ ടൈമുള്ള ഗ്രൂപ്പ്, പിന്നെ ലഞ്ച് ഗ്രൂപ്പ്. നമ്മൾ ചായക്കടയിൽ പോയി ചായ കുടിക്കാൻ നിൽക്കുമ്പോൾ ആ ഗ്രൂപ്പില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ അനൗപചാരിക ഗ്രൂപ്പുകളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഉദാഹരണം ഓർക്കുക. അനൗപചാരിക ഗ്രൂപ്പിന് വ്യക്തമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഇല്ല. ഉണ്ടോ? നമ്മൾ അനൗപചാരിക ഗ്രൂപ്പിന് അങ്ങനെ ഒരു നിയമങ്ങളോ ഒന്നും വരില്ല. കാരണം എന്താണ്? ചായ കുടിക്കാൻ പോകുന്ന ഗ്രൂപ്പിന് എന്തോടെ നിയമങ്ങൾ? മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ. അടുത്ത നമ്മുടെ പോയിൻ്റാണ് ഇൻ ഗ്രൂപ്പ്. ഇൻ ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. ഇത് പൊതുവെ ഞാൻ, എൻ്റെ, ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പായി കണക്കാക്കപ്പെടുന്നു. ഇൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് പൊതുവെ പറയുന്നത് എന്താണ്? ഞാൻ, ഇത് എൻ്റെ, ഇത് ഞങ്ങളുടെ, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ, ഇങ്ങനെ കണക്കാക്കുന്നതാണ് നമ്മൾ ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഗ്രൂപ്പിലെ ആളുകൾ അഭിലഷണീയമായ പെരുമാറ്റവും പ്രശംസനീയമായ സ്വഭാവവും ഉള്ളവരായി കണക്കാക്കുന്നു. അപ്പോൾ ഇൻ ഗ്രൂപ്പിലുള്ള ആളുകൾ എങ്ങനെയാണ്? അഭിലഷണീയമായ പെരുമാറ്റവും അതേപോലെ തന്നെ പ്രശംസനീയമായ സ്വഭാവമുള്ളവരായിട്ട് എന്ത് ചെയ്യുന്നു? കണക്കാക്കപ്പെടുന്നു. ഇൻ ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം നല്ലതും ശക്തവും ഒത്തിണക്കമുള്ളതും ദയയുള്ളതും തുറന്ന മനോഭാവത്തോടു കൂടിയുള്ളതുമാണ്. അപ്പോൾ നമ്മൾ ഇൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ ഗ്രൂപ്പിലെ ആളുകൾ എങ്ങനെയാണ്? അഭിലഷണീയമായ പെരുമാറ്റം അതേപോലെ തന്നെ പ്രശംസനീയമായ സ്വഭാവമുള്ളവരാണ് നമ്മുടെ ഇൻ ഗ്രൂപ്പിലെ ആളുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്? ഇൻ ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? നല്ലതും ശക്തവും ഒത്തിണക്കമുള്ളതും ദയയുള്ളതും അതേപോലെ തന്നെ എന്താണ്? തുറന്ന മനോഭാവത്തോടു കൂടി ഉള്ളതുമാണ് എന്നാണ് പറയുന്നത്. ഇൻ ഗ്രൂപ്പ് മനസ്സിലായല്ലോ? ഇതാണ് ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അടുത്ത് ഔട്ട് ഗ്രൂപ്പ്. ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇത് അവർ ഗ്രൂപ്പ്, നമ്മുടെ ഇംഗ്ലീഷിലെ അവറാണ്, അവർ ഗ്രൂപ്പായി കണക്കാക്കപ്പെടുന്നു. ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ദിസ് ഇസ് അവർ ഗ്രൂപ്പ്. മനസ്സിലായി? ഇങ്ങനെ പറയില്ല, ദിസ് ഇസ് അവർ ഗ്രൂപ്പ്. ഇത് അവർ ഗ്രൂപ്പായി കണക്കാക്കപ്പെടുന്നു. അംഗങ്ങൾ പലപ്പോഴും എന്താവാം? നെഗറ്റീവായി കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇത് അവർ ഗ്രൂപ്പായി കണക്കാക്കപ്പെടുന്നു. ഏത് ഗ്രൂപ്പ്? ഔട്ട് ഗ്രൂപ്പിനെ അവർ ഗ്രൂപ്പായി കണക്കാക്കപ്പെടുന്നു. അതേപോലെ തന്നെ എന്താണ്? അംഗങ്ങൾ പലപ്പോഴും നെഗറ്റീവായിട്ട് ഇവിടെ കാണുന്നു. മനസ്സിലായല്ലോ? അടുത്ത പോയിന്റ്, ഇത് എല്ലായ്പ്പോഴും മോശവും വൃത്തികെട്ടതും ദോഷകരവും അപകടകരവുമായ ഗ്രൂപ്പാണ്. കൂടാതെ നിഷേധാത്മക വികാരങ്ങളുള്ള ആളുകളും ഉണ്ട്. അപ്പോൾ നെഗറ്റിവിറ്റി കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇവിടെ. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഓർക്കാം എന്തൊക്കെ ഗ്രൂപ്പ് ഇതിൻ്റെ നമ്മുടെ ലാസ്റ്റ് പറഞ്ഞ ഔട്ട് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ പെടുമെന്ന് നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് വെച്ച് എന്ത് ചെയ്യാം? ആലോചിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്നാണ്? ഇത് എല്ലായ്പ്പോഴും മോശവും വൃത്തികെട്ടതും ദോഷകരവും അപകടകരവുമായ ഗ്രൂപ്പാണ്. കൂടാതെ നിഷേധാത്മക വികാരങ്ങളുള്ള ആളുകൾ ഇവിടെയുണ്ട്. നമ്മുടെ ഏത് ഗ്രൂപ്പിലുണ്ടാ? നമ്മുടെ ഔട്ട് ഗ്രൂപ്പിൽ ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ ഒരുവിധം കൊള്ളാമെന്നുള്ള ഗ്രൂപ്പ് ഏതാണ്? ഏത് ഗ്രൂപ്പാണ്? നമ്മുടെ തൊട്ട് മുകളിലുണ്ടായിരുന്ന ഇൻ ഗ്രൂപ്പാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഗ്രൂപ്പുകളെക്കുറിച്ച് പറയുന്നത്. അടുത്ത പോയിൻ്റാണ് നമ്മുടെ ഗ്രൂപ്പുകളുടെ രൂപീകരണം. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളുടെ രൂപീകരണം അതിലൊന്നാമത്തെ പോയിൻ്റാണ്. ടക്മാൻ്റെ അഭിപ്രായത്തിൽ ഗ്രൂപ്പ് രൂപീകരണം ഇനി പറയുന്ന ഘട്ടങ്ങളിലാണ് നടക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടക്മാൻ നല്ല പേരല്ലേ? ടക്മാൻ്റെ അഭിപ്രായത്തിൽ നല്ല പേര്. അപ്പോൾ ടക്മാൻ്റെ അഭിപ്രായത്തിൽ ഗ്രൂപ്പ് രൂപീകരണം ഇനി പറയുന്ന ഘട്ടങ്ങളിലാണ് നടക്കുന്നത്. അതേത് ഘട്ടങ്ങളിലാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് രൂപീകരണ ഘട്ടം, അല്ലെങ്കിൽ നമ്മുടെ ഫോമിംഗ് എന്ന് പറയും. ഒന്നാമത്തേതാണ് രൂപീകരണ ഘട്ടം അല്ലെങ്കിൽ ഫോമിംഗ്. അതിൽ പറയുന്നത് എന്താണ്? ഗ്രൂപ്പ് അംഗങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ ഗ്രൂപ്പിനെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും അത് എങ്ങനെ നേടണം എന്നതിനെക്കുറിച്ചും വലിയ അനിശ്ചിതത്വമുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഗ്രൂപ്പ് അംഗങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയായിരിക്കും? അവർ ആ ഗ്രൂപ്പിനെ കുറിച്ചും അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും അത് എങ്ങനെ ആ ലക്ഷ്യം നേടണം എന്നതിനെക്കുറിച്ചുമുള്ള വലിയ അനിശ്ചിതത്വം എവിടെയുണ്ട്? അവരുടെ ഇടയിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യമാണ്. എന്താണ്? രൂപീകരണ ഘട്ടം. അടുത്ത ഘട്ടമാണ് കൊടുങ്കാറ്റ് എന്നാണ് പറയുന്നത്, സ്റ്റോമിങ്. അപ്പോൾ നല്ല പേര്, കൊടുങ്കാറ്റ്, സ്റ്റോമിങ്. നമുക്കത് ഒന്ന് നോക്കാം.
ഗ്രൂപ്പ് സംഘർഷത്തിൻ്റെ ഒരു ഘട്ടമുണ്ട്, അതിനെ കൊടുങ്കാറ്റ് എന്ന് വിളിക്കുന്നു. ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം എങ്ങനെ കൈവരിക്കണം, ഗ്രൂപ്പിനെയും അതിൻ്റെ വിഭവങ്ങളെയും ആരാണ് നിയന്ത്രിക്കേണ്ടത്, ആരാണ് എന്ത് ചുമതല നിർവഹിക്കേണ്ടത് എന്നതിനെ ചൊല്ലി അംഗങ്ങൾക്കിടയിൽ വൈരുദ്ധ്യം ഉണ്ട്. ഈ ഘട്ടം പൂർത്തിയാകുമ്പോൾ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു ശ്രേണി വികസിക്കുകയും ഗ്രൂപ്പ് ലക്ഷ്യം എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് രൂപപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ കൊടുങ്കാറ്റ്, സ്റ്റോമിംഗ്, നല്ല പേര്. അപ്പോൾ ഗ്രൂപ്പ് സംഘർഷത്തിൻ്റെ ഒരു ഘട്ടമുണ്ട്. ഒരു ഗ്രൂപ്പ് സംഘർഷം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഗ്രൂപ്പ് സംഘർഷത്തിൻ്റെ ഒരു ഘട്ടമുണ്ട്. അതിനെ എന്താണ്, കൊടുങ്കാറ്റ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ കൊടുങ്കാറ്റെന്ന് വിളിക്കുന്നു. ഗ്രൂപ്പിൻ്റെ ഒരു ലക്ഷ്യം, ഒരു ഗ്രൂപ്പാണെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എങ്ങനെ കൈവരിക്കണം, ഗ്രൂപ്പിനെയും അതിൻ്റെ വിഭവങ്ങളെയും ആരാണ് നിയന്ത്രിക്കേണ്ടത്, ആരാണ് എന്ത് ചുമതലയാണ് വഹിക്കേണ്ടത് എന്നതിനെ ചൊല്ലി അംഗങ്ങൾക്കിടയിൽ ഒരു വൈരുദ്ധ്യം ഉണ്ടാവുമല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. ഈ ഘട്ടം പൂർത്തിയാകുമ്പോൾ, ഇതൊക്കെ എല്ലാം പറഞ്ഞ് സെറ്റാകുമ്പോൾ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു ശ്രേണി വികസിക്കുകയും ഒരു ശ്രേണി ഉണ്ടാവും. ഗ്രൂപ്പ് ലക്ഷ്യം എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് രൂപപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, ഇത്രേ ഉള്ളൂ. അടുത്ത നമ്മുടെ ഘട്ടമാണ് നോർമിംഗ്. എന്താണ് നോർമിംഗ് എന്ന് നോക്കാം. ഗ്രൂപ്പ് അംഗങ്ങൾ ഈ സമയത്ത് ഗ്രൂപ്പ് പെരുമാറ്റവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുന്നു. ഇതൊരു പോസിറ്റീവ് ഗ്രൂപ്പ് ഐഡൻറ്റിറ്റിയുടെ വികാസത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഈ നോർമിംഗ് സമയത്ത് എന്താണ് നടക്കുന്നത്, ആ ഗ്രൂപ്പിലെ അംഗങ്ങൾ ആ ഒരു സമയത്ത് ഗ്രൂപ്പിൻ്റെ ഒരു പെരുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ എന്ത് ചെയ്യുന്നു, വികസിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇതെന്ത് ചെയ്യുന്നു, ഇതൊരു പോസിറ്റീവ് ഗ്രൂപ്പ് ഐഡൻറ്റിറ്റിയുടെ വികാസത്തിലേക്ക് എന്ത് ചെയ്യുന്നു, നയിക്കുന്നു. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അടുത്ത പോയിന്റ് നിർവഹണം അല്ലെങ്കിൽ പെർഫോമിംഗ്. ഈ ഘട്ടത്തിൽ എന്താണ്, ഗ്രൂപ്പിൻ്റെ ഘടന വികസിക്കുകയും ഗ്രൂപ്പ് അംഗങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഗ്രൂപ്പ് ലക്ഷ്യം കൈവരിക്കുന്നതിലേക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു ഗ്രൂപ്പ് നീങ്ങുന്നു. നിർവഹണം അല്ലെങ്കിൽ പെർഫോമിംഗ് ആണ് പറഞ്ഞത്. ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഭരണഘടന രൂപീകരണം ഉണ്ടല്ലോ, അതുമായിട്ട് ചെറുതായിട്ട് ബന്ധപ്പെട്ട് ഒരു കണക്ഷൻ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഭരണഘടനയുടെ ഓരോ ലെവലും നമ്മുടെ ക്യാബിനറ്റ് മിഷൻ തൊട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും, പെട്ടെന്ന് ഓർത്തിരിക്കാനും പറ്റും. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയില്ലേ, ആ ഒരു പരിപാടി ഇവിടെ നിങ്ങൾക്ക് നടത്താൻ പറ്റും. അപ്പോൾ നിർവഹണം, പെർഫോമിംഗ്. ഈ ഘട്ടത്തിൽ ഗ്രൂപ്പിൻ്റെ ഘടന വികസിക്കുകയും ഗ്രൂപ്പ് അംഗങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഗ്രൂപ്പ് ലക്ഷ്യം കൈവരിക്കുന്നതിലേക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു ഗ്രൂപ്പ് നീങ്ങുന്നു. ഇതിനെയാണ് നമ്മൾ നിർവഹണം എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ അഡ്ജേണിംഗ് ആണ്. അഡ്ജേണിംഗ് സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ എന്താണ് അഡ്ജേണിംഗ് സ്റ്റേജ്? ലാസ്റ്റ് സ്റ്റേജാണ് നമ്മുടെ അഡ്ജേണിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ പ്രവർത്തനം അവസാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലക്ഷ്യം കൈവരിക്കുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഗ്രൂപ്പിനെ പിരിച്ചുവിടാം. നമ്മുടെ ഗദ്ദാർ പാർട്ടിയൊക്കെ പിരിച്ചുവിട്ട് ഓർമ്മയുണ്ടല്ലോ. ഞാൻ ഉദാഹരണം പറയുന്നതാണ്, ചിലപ്പോൾ അത് കണക്ഷൻ കാണില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞാണ്. അതുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് വയ്ക്കാം. മനസ്സിലായി, അംഗ്രേസി രാജ് കാ ദുഷ്മൻ, ഗദ്ദാർ പാർട്ടി, അതൊക്കെ പിരിച്ചുവിട്ടേക്ക് അറിയാമല്ലോ. അപ്പോൾ അഡ്ജേണിംഗ് അല്ലെങ്കിൽ നമ്മുടെ അഡ്ജേണിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ നമ്മുടെ അഡ്ജേണിംഗ് സെഷൻ ഉണ്ടല്ലോ പറയുമ്പോൾ, സോറി മാറിപ്പോയി, അതും നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജേണിംഗ് സെഷൻ നമ്മുടെ പാർലമെൻറ്റിലെ, മനസ്സിലായല്ലോ, അതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഘട്ടത്തിൽ എന്താണ്, പ്രവർത്തനം അവസാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലക്ഷ്യം കൈവരിക്കുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഗ്രൂപ്പിനെ എന്ത് ചെയ്യണം, പിരിച്ചെങ്ങിടാം, അഡ്ജേണിംഗ്. അപ്പോൾ അടുത്ത നമ്മുടെ ഒരു സൈഡ് ടോപ്പിക്കാണ് ഗ്രൂപ്പുകളിൽ ചേരാൻ വ്യക്തികളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരു വ്യക്തി ചേരണമെങ്കിൽ പല ഘടകങ്ങളുണ്ടല്ലോ. ഒരു ഗ്രൂപ്പിൽ എന്തൊക്കെ കൊണ്ടാണ് അവൻ ചേരുന്നതെന്ന് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. അതിലൊന്നാമത്തേത് പറയുന്നത് സുരക്ഷയാണ്, സെക്യൂരിറ്റി. ഒരു വ്യക്തി ഒരു ഗ്രൂപ്പുകളിൽ ചേരുന്ന എന്തുണ്ടാവാം, സെക്യൂരിറ്റി, സുരക്ഷ കൊണ്ടാവാം. ഗ്രൂപ്പുകൾ അരക്ഷിതാവസ്ഥ കുറയ്ക്കുന്നു. മറ്റ് ആളുകളോടൊപ്പമുള്ളപ്പോൾ എന്താണ്, ആശ്വാസവും സംരക്ഷണവും കിട്ടുന്നു. അങ്ങനെ എന്ത് ചെയ്യാം, ഒരു വ്യക്തി എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ചേരാം. അടുത്ത സ്റ്റാറ്റസ്. ഗ്രൂപ്പിനെ പ്രധാനപ്പെട്ട ഉയർന്ന പ്രൊഫൈലായി കാണുകയും നന്നായി അറിയുകയും ചെയ്യുമ്പോൾ അംഗങ്ങൾക്ക് അംഗീകാരവും അധികാരബോധവും അനുഭവപ്പെടുന്നു. ഇതൊക്കെ എന്താണ്, ഇത് സ്റ്റാറ്റസ്. നമ്മളൊരു അറിയാമല്ലോ, ഒരു സമൂഹത്തിൽ ഉയർന്ന നിലയിലുള്ള ആ ഒരു സ്റ്റാറ്റസ്, മനസ്സിലായല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഗ്രൂപ്പിനെ പ്രധാനപ്പെട്ട ഉയർന്ന പ്രൊഫൈലായി കാണുകയും നന്നായി അറിയുകയും ചെയ്യുമ്പോൾ എന്താണ്, അംഗങ്ങൾക്ക് അംഗീകാരവും, അവൻ ആ ഒരു ഗ്രൂപ്പിലുള്ളവനാണ്, മനസ്സിലായല്ലോ, അവൻ ആ ഒരു ഗ്രൂപ്പിലുള്ളവൻ, മനസ്സിലായല്ലോ, അങ്ങനെ ഒരു ഇത് കിട്ടും. നമ്മളെ പണ്ടത്തെ വൈക്കിങ്സിനെ അറിയാമല്ലോ, ആ വൈക്കിങ്സ് ഒക്കെ എന്താണ്, ആ ഒരു മനസ്സിലായോ, പേടിപ്പെടുത്തുന്ന സ്റ്റാറ്റസ്, മനസ്സിലായില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ് എന്താണ്, ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം. ഒരു അഭിമാനകരമായ ഗ്രൂപ്പിൽ അംഗമാകുന്നത് വ്യക്തിയുടെ ആത്മസങ്കല്പം എന്ത് ചെയ്യുന്നു,
വർദ്ധിക്കുന്നു. അപ്പോൾ ഒരു അഭിമാനകരമായ ഗ്രൂപ്പിലാണ് അവൻ ഉള്ളതെങ്കിൽ എന്താണ്, അവന് ആ ഒരു സങ്കല്പം എന്ത് ചെയ്യുന്നു, അവന് വർദ്ധിക്കുന്നു. അടുത്ത പോയിന്റ്, ഒരാളുടെ മനഃശാസ്ത്രപരവും സാമൂഹികവുമായ ആവശ്യങ്ങളുടെ സംതൃപ്തി ഗ്രൂപ്പുകൾ ഒരാളുടെ സാമൂഹികവും മാനസികവുമായ ആവശ്യങ്ങളായ എന്താണ്, വ്യക്തിത്വബോധം, ശ്രദ്ധ നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുക, സ്നേഹം, ശക്തി എന്നിവ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഗ്രൂപ്പ് തൃപ്തിപ്പെടുത്തുന്നു. അപ്പോൾ ഒരാളുടെ മനഃശാസ്ത്രപരവും അതേപോലെ തന്നെ നമ്മുടെ മനഃശാസ്ത്രപരവും സാമൂഹികവുപരമായ, അപ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരാളുടെ മനഃശാസ്ത്രപരവും സാമൂഹികവുമായ ആവശ്യങ്ങളുടെ സംതൃപ്തി. അറിയാമല്ലോ, മനഃശാസ്ത്രപരമായിട്ടായാലും അല്ലാതെ ആയാലും എന്താണ്, അവൻ്റെ ആ ഒരു സംതൃപ്തി, സെൽഫായിട്ടുള്ള സംതൃപ്തി. ഗ്രൂപ്പുകൾ ഒരാളുടെ സാമൂഹികവും മാനസികവുമായ ആവശ്യങ്ങളായ ഒരു വ്യക്തിയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, വ്യക്തിത്വബോധം, ശ്രദ്ധ നൽകുക, സ്വീകരിക്കുക, പിന്നെന്താണ്, സ്നേഹം, ശക്തി എന്നിവയെ തൃപ്തിപ്പെടുത്തുന്നു. ഒരു മനുഷ്യൻ്റെ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, വേറെ ഒന്നും വേണ്ട, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, അത് അവനെ ആ ഒരു ലെവലിൽ എത്തിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ അവനെ നിർത്തുന്നു. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആ ഒരു സെൻറ്റൻസ് വായിച്ചപ്പോൾ വേണം നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വന്നത്, വേറെ ഒന്നുമില്ല. അടുത്ത പോയിന്റ്, ഗ്രൂപ്പ് നേട്ടം, ഗോൾ അച്ചീവ്മെൻറ്റ്. എന്താണ്, വ്യക്തിഗതമായി കൈവരിക്കാൻ കഴിയാത്ത ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഗ്രൂപ്പുകൾ സഹായിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. നമ്മൾ PSCക്ക് പഠിക്കുകയാണ്. ഒറ്റയ്ക്ക് ചിലവർക്ക് പഠിച്ചാൽ ശരിയാവില്ല, ഒരു ഗ്രൂപ്പുകൾ ചേർന്ന് പഠിക്കുന്നു, അവർ ആ ഒരു എന്ത് ചെയ്യുന്നു, ആ ഒരു ഗോൾ അവർ നേടിയെടുക്കുന്നു. ഇതൊരു ഉദാഹരണമായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഗ്രൂപ്പ് നേട്ടം, വ്യക്തിഗതമായി കൈവരിക്കാൻ കഴിയാത്ത ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പുകൾ സഹായിക്കുന്നു. നമുക്ക് ഒറ്റയ്ക്ക് നേടാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രൂപ്പുകൾ വഴി എന്ത് ചെയ്യുന്നു, നമുക്ക് ആ ഒരു നേട്ടം നേടിയെടുക്കാൻ പറ്റും. അതൊരു ഉദാഹരണമാണ്. അടുത്ത ടോപ്പിക് എന്താണ്, അറിവും വിവരങ്ങളും നൽകുക, പ്രൊവൈഡ് നോളജ് ആൻഡ് ഇൻഫോർമേഷൻ. ഗ്രൂപ്പ് അംഗത്വം ജനങ്ങൾക്ക് അറിവും വിവരങ്ങളും നൽകുകയും ജനങ്ങളുടെ കാഴ്ചപ്പാടുകൾ വിശാലമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ്, നമ്മുടെ അറിവും വിവരങ്ങളും നൽകുക വഴി എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് അംഗത്വം ജനങ്ങൾക്ക് അറിവും വിവരങ്ങളും നൽകുകയും ജനങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്ത് ചെയ്യുന്നു, വിശാലമാക്കുകയും ചെയ്യുന്നു. വേറെ ഒന്നുമില്ല, സിമ്പിൾ കാര്യങ്ങളാണ്. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ എന്താണ് ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തിയോ ഗ്രൂപ്പോ മറ്റുള്ളവർക്ക് വിപരീത താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇരുവരും പരസ്പരം വൈരുദ്ധ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സംഘർഷം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഒരു രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ അവൻ വേറെ രീതിയിൽ പോകുന്നു, ഇവൻ വേറൊരു രീതിയിൽ പോകുന്നു, ആ ഒരു വേറെ രീതിയിലുള്ള ആ ഒരു മൈൻഡ്നെസ്, മനസ്സിലായല്ലോ. അതിനാണ് നമ്മൾ നമ്മുടെ ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സംഘർഷം എന്ന് പറയുന്നത്. മനസ്സിലായി, ഇത്രയുള്ളൂ, വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു വ്യക്തിയോ ഗ്രൂപ്പോ മറ്റുള്ളവർക്ക് വിപരീത താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും ഒരുത്തൻ വേറൊരു വഴിക്ക് പോവുകയും വേറൊരുത്തൻ വേറൊരു വഴിക്ക് പോവുകയും അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു സംഘർഷം ഉണ്ടാവുമല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. ഇരുവരും പരസ്പരം വൈരുദ്ധ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നതാ നമ്മൾ സംഘർഷമെന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, അത്തരം സംഘടനകളിൽ ഞങ്ങൾ, അവർ എന്ന തീവ്രമായ വികാര ആധിപത്യം പുലർത്തുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അറിയാമല്ലോ, ഇത് ഞങ്ങളാണ്, അത് നിങ്ങളാണ്, ഇത് അവരാണ്, ഇത് ഞങ്ങളുടെ എല്ലാമാണ്, മനസ്സിലായല്ലോ. അങ്ങനെയൊക്കെ ഒരു വികാര ആധിപത്യം എന്ത് ചെയ്യുന്നു, അത് പുലർത്തുന്നു. അടുത്ത പോയിന്റ്, രണ്ട് ഗ്രൂപ്പുകളും വിശ്വസിക്കുന്നത് അവരുടെ ഗ്രൂപ്പ് മാത്രമേ അവരുടെ താല്പര്യം സംരക്ഷിക്കുകയുള്ളൂ എന്നാണ്. വ്യക്തികളും ആവശ്യങ്ങളും ഗ്രൂപ്പിൻ്റെ ആവശ്യങ്ങൾ, ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാകുമ്പോൾ വ്യക്തിഗത ഗ്രൂപ്പുകളിൽ എന്ത് ചെയ്യുന്നു, സംഘർഷം ഉണ്ടാകുന്നു. വേറെ വായിക്കേണ്ടില്ല. എന്താണ്, രണ്ട് ഗ്രൂപ്പുകളും വിശ്വസിക്കുന്നത് എന്താണ്, അവരുടെ ഗ്രൂപ്പ് മാത്രമാണ് നല്ലത്, അവരുടെ ഗ്രൂപ്പാണ് അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതെന്നാണ് അവരുടെ ആ ഒരു ഓരോരുത്തരുടെ രീതിയിലുള്ളത്. വ്യക്തികളും ആവശ്യങ്ങളും ഗ്രൂപ്പിൻ്റെ ആവശ്യങ്ങൾ, ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാകുമ്പോൾ എന്താണ്, വ്യക്തിഗത ഗ്രൂപ്പിൽ സംഘർഷം ഉണ്ടാകുന്നു. വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അടുത്ത പോയിന്റ്, ഇൻ്റർ ഗ്രൂപ്പ് സംഘർഷം എന്നത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘട്ടനത്തിൻ്റെ സാഹചര്യത്തെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഇൻ്റർ ഗ്രൂപ്പ് സംഘടനം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘട്ടനത്തിൻ്റെ ആ ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യമാണ്, നമുക്ക് മനസ്സിലായതാണ്. ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിറ്റി മറ്റ് ഗ്രൂപ്പുകളെക്കാൾ വ്യത്യസ്തവും ശക്തവുമായി നിലനിർത്താൻ ഈ സംഘർഷം പലപ്പോഴും
സംഭവിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്? മറ്റ് ഗ്രൂപ്പുകളെക്കാൾ വ്യത്യസ്തവും ശക്തവുമായിട്ട് നിലനിർത്താനായിട്ട് എന്ത് ചെയ്യുന്നു? ഈ സംഘർഷം എന്ത് ചെയ്യുന്നു? പലപ്പോഴും സംഭവിക്കുന്നു. ഒരാൾ മറ്റുള്ളവരെ കാട്ടി വലുതാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഉണ്ടാകുന്നൊരു സംഭവം മനസ്സിലായല്ലോ, അത്രയേ ഉള്ളൂ. അങ്ങനെ ആ ഒരു മൈൻഡിൽ നിങ്ങൾ എടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ഇൻ്റർ ഗ്രൂപ്പ് സംഘർഷം എന്നത് എന്താണ്? ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘടനത്തിൻ്റെ സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിറ്റി മറ്റ് ഗ്രൂപ്പുകളെക്കാൾ വ്യത്യസ്തവും ശക്തവുമായി നിലനിർത്താൻ ഈ സംഘർഷം എന്ത് ചെയ്യുന്നു? പലപ്പോഴും സംഭവിക്കുന്നു. മനസ്സിലായല്ലോ. അടുത്ത നമ്മുടെ ഒരു സൈഡ് ഹെഡിങ് ആണ് ഗ്രൂപ്പ് വൈരുദ്ധ്യത്തിൻ്റെ കാരണങ്ങൾ. എന്തൊക്കെ വൈരുദ്ധ്യമാണ് ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത്? ഗ്രൂപ്പ് വൈരുദ്ധ്യത്തിൻ്റെ കാരണങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ആശയവിനിമയത്തിൻ്റെ അഭാവം. ഇരു കക്ഷികളുടെയും തെറ്റായ ആശയവിനിമയങ്ങൾ സംശയത്തിലേക്ക് നയിക്കുന്നു. അറിയാമല്ലോ, നമ്മൾ ഇവിടെ ആ എന്ന് പറയുമ്പോൾ അപ്പുറത്തൊരാൾ ഉ എന്ന് പറയും, തൊട്ടപ്പുറത്ത് ഉ എന്ന് പറയും, അപ്പുറത്ത് എ എന്നൊക്കെ പറയും. മനസ്സിലായല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആശയവിനിമയത്തിൻ്റെ അഭാവം എന്ന് പറയുമ്പോൾ ഇരു കക്ഷികളുടെയും തെറ്റായ ആശയവിനിമയങ്ങൾ സംശയത്തിലേക്ക് എന്ത് ചെയ്യാം? നയിക്കാം. അടുത്ത പോയിന്റ് ആപേക്ഷിക അഭാവം. അത് പറയുന്നത് എന്താണ്? അവർ ആഗ്രഹിക്കുന്ന മറ്റ് ഗ്രൂപ്പിനില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ മറ്റൊരു ഗ്രൂപ്പിലെ അംഗങ്ങളുമായി താരതമ്യം ചെയ്യുകയും അവർ നന്നായി ചെയ്യുന്നില്ലെന്ന് കരുതുകയും ചെയ്യുന്നു. അതെന്താണ് ആപേക്ഷിക അഭാവം എന്ന് പറയുമ്പോൾ? അവർ ആഗ്രഹിക്കുന്നത് മറ്റു ഗ്രൂപ്പിന് ഇല്ലെന്ന് മനസ്സിലാകുമ്പോൾ ഒരു ഗ്രൂപ്പിനുള്ളവൻ മറ്റൊരു ഗ്രൂപ്പിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പുറത്തില്ല എന്നൊക്കെ പറയും. അറിയാമല്ലോ, ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ മറ്റൊരു ഗ്രൂപ്പിലെ അംഗങ്ങളുമായി എന്ത് ചെയ്യുന്നു? അത് താരതമ്യം ചെയ്യും. അവർ നന്നായി ചെയ്യുന്നില്ലെന്ന് എന്ത് ചെയ്യുന്നു? കരുതുകയും ചെയ്യുന്നു. ഉദാഹരണം എന്തെന്ന് പറയാം? നമ്മളൊരു കമ്പനിയുണ്ട്. സാധാരണ ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അവർ കുറേ എംപ്ലോയീസിനെ ഒരു ഗ്രൂപ്പാക്കും, അടുത്ത എംപ്ലോയീസിനെ വേറൊരു ഗ്രൂപ്പാവും. അവർ തമ്മിൽ ഒരു മത്സരം എന്ത് ചെയ്യും? ആ ഒരു മത്സരം ജനിപ്പിക്കും. അങ്ങനെ ജനിപ്പിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഒരാൾ മറ്റൊരാളുടെ മുകളിലേക്ക് ഇങ്ങനെ ആ ഒരു കമ്പനിയിലെ ഗ്രോത്തിന് ഇത് സഹായിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായല്ലോ. അടുത്ത പോയിന്റ്, ഇത് ഇല്ലായ്മയുടെയും അസംതൃപ്തിയുടെയും വികാരങ്ങളിലേക്ക് നയിക്കുകയും സംഘർഷത്തിന് കാരണമാകുകയും ചെയ്യുന്നടാ. ഒരു കമ്പനിയുണ്ട്. ഒരു കമ്പനിയിൽ എ എന്ന് പറയുന്ന ടീമുണ്ട്, ബി എന്ന് പറയുന്ന ടീമുണ്ട്. ഇവരെ എന്തിനാണ് ഇങ്ങനെ എടുക്കുന്നത്? ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എ എന്ന് പറയുന്ന ടീം നല്ല വൃത്തിയായിട്ടൊരു സാധനം അച്ചീവ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയിലെ മാനേജർ അവർക്കൊരു റിവാർഡ് കൊടുക്കും. അത് കാണുമ്പോൾ എന്താണ്? ബിയിലുള്ള ടീമിന് എന്താണ്? എങ്കിൽ പിന്നെ നമുക്കും അവരെക്കാട്ടിയും വലുതായിട്ട് മുകളിലോട്ട് പോകണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അവരും കുറച്ച് മുകളിലേക്ക് പോകും. അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റിൻ്റെയും ഉണ്ടാവും. മനസ്സിലായല്ലോ. ഇതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു ഉദാഹരണം വെച്ചങ്ങ് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. ഇത് ഇല്ലായ്മയുടെയും അസംതൃപ്തിയുടെയും വികാരങ്ങളിലേക്ക് നയിക്കുകയും സംഘർഷത്തിന് കാരണമാകുകയും ചെയ്യുന്നു. അടുത്ത പോയിന്റ്, ഒരു കക്ഷിയുടെ വിശ്വാസം മറ്റൊന്നിനേക്കാൾ മികച്ചതാണെന്ന തോന്നൽ ചെറിയ വ്യത്യാസങ്ങൾ പോലും വലുതാക്കാനുള്ള പ്രവണതയ്ക്ക് സാക്ഷ്യം വഹിച്ചേക്കാം. അതുവഴി എന്ത് ചെയ്യുന്നു? സംഘർഷം വർദ്ധിക്കും. നമ്മൾ പറഞ്ഞതാണ്, ഒരു കക്ഷിയുടെ വിശ്വാസം മറ്റൊന്നിനേക്കാൾ മികച്ചതാണെന്ന തോന്നൽ ചെറിയ വ്യത്യാസങ്ങൾ പോലും വലുതാക്കാനുള്ള പ്രവണതയ്ക്ക് സാക്ഷ്യം വഹിച്ചേക്കാം. അതുവഴി എന്താണ്? സംഘർഷം വർദ്ധിക്കുന്നു. അടുത്ത പോയിന്റ്, തൻ്റെ ഗ്രൂപ്പിൻ്റെ മാനദണ്ഡങ്ങൾ മാനിക്കുന്നില്ലെന്നും ഒരു ദുരുദ്ദേശം നിമിത്തം യഥാർത്ഥത്തിൽ ആ മാനദണ്ഡങ്ങൾ ലംഘിക്കുമെന്നുമുള്ള തോന്നൽ. അപ്പോൾ എന്താണ്? തൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ മാനദണ്ഡങ്ങൾ ഒരാൾ മാനിക്കുന്നില്ലെന്നും, ഒരു ഗ്രൂപ്പിന് ഓരോ മാനദണ്ഡം കാണുമല്ലോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെ മാനദണ്ഡങ്ങൾ മാനിക്കുന്നില്ലെന്നും ഒരു ദുരുദ്ദേശം നിമിത്തം യഥാർത്ഥത്തിൽ ആ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നുവെന്നുമുള്ള ഒരു തോന്നൽ. അങ്ങനെ എന്ത് ചെയ്യാം? സംഘർഷങ്ങൾ ഉണ്ടാവാം. മുൻകാലങ്ങളിൽ ചെയ്ത ചില ദ്രോഹങ്ങൾക്ക് പ്രതികാരം ചെയ്യാനുള്ള ആഗ്രഹം, അതും എന്ത് ചെയ്യാം? അങ്ങനെയൊക്കെ ഉണ്ടാവാം. അടുത്ത പോയിന്റ്, പക്ഷപാതപരമായ ധാരണകളാണ് മിക്ക സംഘർഷങ്ങളുടെയും മൂല കാരണം. അതിൽ പറയുന്നത് എന്താണ്? അവർ, ഞങ്ങൾ എന്നീ വികാരങ്ങൾ പക്ഷപാതപരമായ ധാരണകളിലേക്ക് നയിക്കുന്നു. ഞങ്ങൾ, അവർ, നിങ്ങൾ, ഇവർ, മനസ്സിലായില്ല? അങ്ങനെ ആ ഒരു ഇതുണ്ടല്ലോ. പക്ഷപാതപരമായ ധാരണകൾ എന്ത് ചെയ്യുന്നു? മിക്ക സംഘർഷങ്ങളുടെയും മൂല കാരണമായിട്ട് എന്ത് ചെയ്യുന്നു? പറയുന്നു. അങ്ങനെ എന്ത് ചെയ്യാം? സംഘർഷങ്ങൾ സംഭവിക്കാം. അടുത്ത പോയിന്റ്, ഗ്രൂപ്പുകളിൽ അഭിനയിക്കുമ്പോൾ ആളുകൾ കൂടുതൽ മത്സരബുദ്ധിയുള്ളവരും അതുപോലെ തന്നെ കൂടുതൽ
ആക്രമണ സ്വഭാവമുള്ളവരുമായിട്ട് തീരുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുമ്പോൾ എന്താണ്, ആളുകൾ കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഒരു കമ്പനിയിലെ കാര്യം പറഞ്ഞു, 2 ഗ്രൂപ്പുകളായിട്ട് അവരെ മാറ്റുന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഗ്രൂപ്പുകളിൽ ആയിരിക്കുമ്പോൾ ആളുകൾ കൂടുതൽ മത്സര ബുദ്ധിയുള്ളവരും അതുപോലെ തന്നെ കൂടുതൽ ആക്രമണ സ്വഭാവമുള്ളവരുമായിട്ട് തീരുന്നു. മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് അസമത്വം തിരിച്ചറിയുന്നു. ഒരു വ്യക്തിയുടെ സംഭാവനകൾക്ക് ആനുപാതികമായി പ്രതിഫലം ലഭിക്കാതിരിക്കുകയും കുറച്ച് ലഭിക്കുകയും ചെയ്താൽ അയാൾ പ്രകോപിതനാകുന്നു. ഞാനിപ്പോൾ പറഞ്ഞ കമ്പനിയിലെ ഇത് വെച്ച് തന്നെ നമുക്ക് പിടിക്കാം. ഒരു വ്യക്തിയുടെ സംഭാവനകൾക്ക് ആനുപാതികമായിട്ട് പ്രതിഫലം ലഭിക്കാതിരിക്കുകയും, നമ്മൾ ഒരു കുട്ടിക്ക് നമ്മൾ അത് നമുക്ക് വിടാം, അത് നമുക്ക് അങ്ങോട്ട് പോകണ്ട, ഇങ്ങനെ എല്ലാം കൂടെ കുഴഞ്ഞു പോട്ടെ. അപ്പോൾ നമ്മൾ കമ്പനിയിലെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ കമ്പനിയിലെ കാര്യം പറയുമ്പോൾ ഒരാൾ നല്ല വൃത്തിയായിട്ടൊരു കാര്യം ചെയ്യുന്നു, അയാൾക്ക് ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ അയാൾ പ്രകോപിതനാകുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. ആ ഒരു ഇത് വെച്ചൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരു വ്യക്തിയുടെ സംഭാവനകൾക്ക് ആനുപാതികമായിട്ടുള്ള പ്രതിഫലം അവന് ലഭിക്കാതിരിക്കുകയും കുറച്ച് ലഭിക്കുകയും ചെയ്താൽ ആ ഒരു വ്യക്തി പ്രകോപിതൻ ആകുന്നു. ഗാർഡ്നർ മർഫിയുടെ അഭിപ്രായത്തിൽ മിക്ക സംഘടനകളും പുരുഷന്മാരുടെ മനസ്സിൽ ആരംഭിക്കുകയും പിന്നീട് വലിയ തലത്തിലേക്ക് പോകുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഗാർഡനർ മർഫിയുടെ അഭിപ്രായത്തിൽ മിക്ക സംഘടനകളും പുരുഷന്മാരുടെ മനസ്സിൽ ആരംഭിക്കുകയും പിന്നീട് വലിയ തലത്തിലേക്ക് പോകുകയും ചെയ്യുന്നു. അടുത്ത പോയിന്റ്, ഗാർഡനർ മർഫി തൻ്റെ ഇൻ ദ മൈൻഡ്സ് ഓഫ് മെൻ എന്ന പുസ്തകത്തിൽ പരസ്പര സംഘടനകളെ 3 തലത്തിൽ വിശദീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗാർഡനർ മർഫിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ ദ മൈൻഡ്സ് ഓഫ് മെൻ എന്ന പുസ്തകത്തിൽ പരസ്പര സംഘടനകളെ 3 തലങ്ങളിൽ വിശദീകരിക്കുന്നു. അതിൽ ഒന്നാമത് ഘടനാപരമായ തലം, സ്ട്രക്ചറൽ ലെവൽ എന്ന് പറയുന്നു. അപ്പോൾ അതിലൊന്നാമത്തെ ഘടനാപരമായ തലം, സ്ട്രക്ചറൽ ലെവൽ. അപ്പോൾ അതെന്താണ്? ഉയർന്ന ദാരിദ്ര്യം, സാമ്പത്തികവും മികച്ചതുമായ വർഗീകരണം, അസമത്വവും പരിമിതമായ രാഷ്ട്രീയ സാമൂഹിക അവസരങ്ങൾ തുടങ്ങിയവ മൂലമുണ്ടാകുന്ന വൈരുദ്ധ്യങ്ങൾ. നമുക്കറിയാം, ദാരിദ്ര്യം, അതേപോലെ തന്നെ സാമ്പത്തികവും മികച്ചതുമായ വർഗീകരണം, അതേപോലെ തന്നെ അസമത്വം, പരിമിതമായ രാഷ്ട്രീയ സാമൂഹിക അവസരങ്ങൾ, ഇങ്ങനെയൊക്കെ പല ആൾക്കാർ തമ്മിൽ വൈരുദ്ധ്യം കാണും. അറിയാലോ, വൈരുദ്ധ്യം വരും. അടുത്ത് ഗ്രൂപ്പ് ലെവൽ, സാമൂഹിക ഐഡന്റിറ്റി, വിഭവങ്ങളുടെ പേരിൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള യഥാർത്ഥ സംഘർഷം, ഗ്രൂപ്പുകൾ തമ്മിലുള്ള അസമമായ അധികാര ബന്ധങ്ങൾ എന്നിവ സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നു. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും, ഇന്ത്യയിലെ ദളിതർ അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം. മനസ്സിലായല്ലോ? ഇത് ഒരു ഗ്രൂപ്പ് തല ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. സാമൂഹിക ഐഡന്റിറ്റി, വിഭവങ്ങളുടെ പേരിൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള യഥാർത്ഥ സംഘർഷം, നമുക്കറിയാമല്ലോ. ഗ്രൂപ്പുകൾ തമ്മിലുള്ള അസമമായ അധികാര ബന്ധങ്ങൾ എന്നിവ സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നു. ഇതാണ് ഗ്രൂപ്പ് തലം എന്ന് നമ്മുടെ ഗാർഡനർ മർഫി പറഞ്ഞത്. ഉദാഹരണം ഇന്ത്യയിലെ ദളിതർ അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം. അടുത്ത നമ്മുടെ ലാസ്റ്റ് തലം വ്യക്തിഗത തലം, ഇൻഡിവിജ്വൽ ലെവലാണ്. ഇത് 3 തലം പറഞ്ഞു. നമ്മുടെ ഗാർഡനർ മർഫിയുടെ ഇൻ ദ മൈൻഡ്സ് ഓഫ് മെന്നിലെ 3 തലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ലാസ്റ്റ് തലം എന്ന് പറയാൻ പോകുന്നത് വ്യക്തിഗത തലമാണ്, ഇൻഡിവിജ്വൽ ലെവലാണ്. അപ്പോൾ അതിൽ വിശ്വാസങ്ങളും പക്ഷപാതപരമായ മനോഭാവങ്ങളും വ്യക്തിത്വ സവിശേഷതകളും ഉൾപ്പെടുന്നു. ഏതിൽ? വ്യക്തിഗത തലത്തിൽ. ഇവ പ്രധാനപ്പെട്ട നിർണായക ഘടകങ്ങളാണ്. അപ്പോൾ വ്യക്തിഗത തലത്തിൽ പറയുന്നത് ഈ ഒരു തലത്തിൽ വിശ്വാസങ്ങളും പക്ഷപാതപരമായ മനോഭാവങ്ങളും വ്യക്തിത്വ സവിശേഷതകളും ഉൾപ്പെടുന്നു. ഇവ പ്രധാനപ്പെട്ട നിർണായക ഘടകങ്ങളാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാരണം അതിൻ്റെ പേര് തന്നെ വ്യക്തിഗത തലം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലെവൽ എന്നാണ്. മനസ്സിലായല്ലോ? അടുത്ത പോയിന്റ്, ഇന്റർ ഗ്രൂപ്പ് സംഘർഷത്തിൻ്റെ അനന്തരഫലങ്ങൾ. നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ഇന്റർ ഗ്രൂപ്പ് സംഘർഷത്തിൻ്റെ വരായികൾ, അടുത്ത അനന്തര ഫലങ്ങളാണ്. അതിലൊന്നാമത് പറയുന്നത്, ഗ്രൂപ്പുകൾ തമ്മിലുള്ള ആശയവിനിമയം മോശമാവും. ഗ്രൂപ്പുകൾ പരസ്പരം വിശ്വസിക്കുന്നില്ല. ഇത് പരസ്പരം സംശയം ജനിപ്പിക്കും. ഗ്രൂപ്പുകൾ അവരുടെ വ്യത്യാസങ്ങൾ വലുതാക്കാൻ തുടങ്ങുകയും അവരുടെ പെരുമാറ്റം ന്യായമായും മനസ്സിലാക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു.
അതിൻ്റെ ഇടയ്ക്കായിട്ടുള്ള എന്ത് ചെയ്യുന്നു, കോൺഫ്ലിക്റ്റുകളുണ്ടാവും. മനസ്സിലായല്ലോ? അപ്പോൾ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ആശയവിനിമയം മോശമാകും, ഗ്രൂപ്പുകൾ പരസ്പരം വിശ്വസിക്കുന്നില്ല, ഇത് പരസ്പരം അവരെ സംശയജനിപ്പിക്കുന്നു, ഗ്രൂപ്പുകൾ അവരുടെ വ്യത്യാസങ്ങൾ വലുതാക്കാൻ തുടങ്ങുകയും അവരുടെ പെരുമാറ്റം ന്യായമായും മനസ്സിലാക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അടുത്ത പോയിന്റ്, ഓരോ വിഭാഗവും സ്വന്തം ശക്തിയും നിയമബാധ്യതയും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. തൽഫലമായി സംഘർഷം ചില പ്രത്യേക പ്രശ്നങ്ങളിൽ നിന്ന് വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറുന്നു. മനസ്സിലായല്ലോ? ഓരോ വിഭാഗവും എന്ത് ചെയ്യുന്നു, സ്വന്തം ശക്തിയും നിയമബാധ്യതയും നമ്മുടെ നിയമബാധ്യതയും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, തൽഫലമായിട്ട് സംഘർഷം ചില പ്രത്യേക പ്രശ്നങ്ങളിൽ നിന്ന് വളരെ വലിയ പ്രശ്നങ്ങളിൽ എന്ത് ചെയ്യുന്നു, മറിയുന്നു. ലാസ്റ്റ് പോയിന്റ് എന്താണ്, വൈരുദ്ധ്യം ആരംഭിച്ചു കഴിഞ്ഞാൽ മറ്റ് പല ഘടകങ്ങളും സംഘർഷം വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു. നമ്മുടെ സ്കൂളിൽ ചെറിയൊരു പിള്ളേർ നമ്മൾ ചെറിയ അടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ നിന്ന് ആരെങ്കിലും ഒന്ന് കൊളുത്തി വിട്ട് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ അത് നല്ല വൃത്തിയായിട്ട് നല്ല വലിയ അടിയാവും. മനസ്സിലായല്ലോ? അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. വൈരുദ്ധ്യം ആരംഭിച്ചു കഴിഞ്ഞാൽ എന്താണ്, മറ്റ് പല ഘടകങ്ങളും സംഘർഷം വർദ്ധിപ്പിക്കുന്നതിലേക്ക് എന്ത് ചെയ്യുന്നു, നയിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും മതി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു.